സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്ന് കേരള PSC UP സ്കൂൾ ടീച്ചർ എന്ന തസ്തികയിലേക്കായിട്ടുള്ള പരീക്ഷ നടത്തിയിരുന്നു. അപ്പൊ പരീക്ഷയുടെ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഹരപ്പൻ സംസ്കാരത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട രാജസ്ഥാനിലെ കാലിബംഗനിൽ നിന്നും താഴെ പറയുന്നവയിൽ ഏതിന്റെ തെളിവുകളാണ് ലഭിച്ചിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ് ഉഴുത വയൽ. വനത്തിൽ നടത്തുന്ന വെട്ടിച്ചുട്ടു കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചതുമൂലം കേരളത്തിൽ ഗോത്ര ജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപം ഏത്? കുറിച്യ കലാപം. മെസോപ്പൊട്ടേമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവായ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേരെന്ത്? സിഗുറാത്തുകൾ. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയ വ്യക്തി ആര്? സുഭാഷ് ചന്ദ്രബോസ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ TK മാധവന്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം ഏത്? വൈക്കം സത്യാഗ്രഹം. സാമൂഹിക പരിഷ്കർത്താവായ വാഗ്ഭടാനന്ദൻ രൂപം നൽകിയ പരിഷ്കരണ പ്രസ്ഥാനം ഏത്? ആത്മവിദ്യാസംഘം. 1929 ലാഹോർ സമ്മേളനത്തിന്റെ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? തന്നിരിക്കുന്നു. ജവഹർലാൽ നെഹ്റുവിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം. സിവിൽ നിയമലംഘന സമരം പിൻവലിക്കാൻ തീരുമാനിച്ചു. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചു. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. സിവിൽ നിയമലംഘന സമരം പിൻവലിക്കാൻ തീരുമാനിച്ചു. കോഴിക്കോട് ആരുടെ നേതൃത്വത്തിലാണ് ഉപ്പു നിയമം ലംഘിച്ചത്? മുഹമ്മദ് അബ്ദുറഹ്മാൻ. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ഗാന്ധിജി 1916 ഇന്ത്യയിൽ ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി ഒരു സർവകലാശാലയുടെ ഉദ്ഘാടന പരിപാടിയാണ്. ഏതാണ് സർവകലാശാല? ബനാറസ് ഹിന്ദു സർവകലാശാല. 1946 പുന്നപ്ര വയലാർ സമരം തിരുവിതാംകൂറിലെ ഏത് ദിവാന്റെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ നടന്ന സമരമാണ്? ദിവാൻ CP രാമസ്വാമി അയ്യർ. ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിന്റെ പേരെന്ത്? പുഷ്പക്. സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്ന ഒന്നിലധികം റീ എൻട്രി വെഹിക്കിളുകൾ ഘടിപ്പിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഏത്? അഗ്നി 5. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി ഏത്? കൃഷ്ണ. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലത്തിന്റെ ഭാഗമല്ലാത്തത്? കൊങ്കൺ സമതലം. രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത്? തന്നിരിക്കുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ, സർവ്വസൈന്യാധിപൻ ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കൽ, രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കൽ. ഓപ്ഷൻ ഡി ആണ് ഉൾപ്പെടാത്തത്. ഓപ്ഷൻ ഡി. സാമൂഹ്യ സംഘമായ കുടുംബത്തിന്റെ സവിശേഷതകളിൽ ശരിയല്ലാത്തത് ഏത്? തന്നിരിക്കുന്നു. ഉയർന്ന സംഘബോധം, ചെറിയ സംഘം, ഔപചാരിക ബന്ധം, നിരന്തരമായ ആശയവിനിമയം. ഓപ്ഷൻ സി ഔപചാരിക ബന്ധം. റിസർവ് ബാങ്കിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? വായ്പ നിയന്ത്രിക്കൽ, സർക്കാരിന്റെ ബാങ്ക്, ₹1 നോട്ട് അച്ചടിക്കൽ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓൺലി 1 and 2. വായ്പ നിയന്ത്രിക്കൽ, സർക്കാരിന്റെ ബാങ്ക്. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് 100 കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠം ഏത്? ഓപ്ഷൻ സി ആണ്. ദേശീയ ഹരിത ട്രിബ്യൂണൽ. 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്കല ആഭ്യന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയിലാണ്. പ്രകാശവർഷം എന്ന യൂണിറ്റ് ഉപയോഗിച്ച് അളക്കുന്നത് എന്താണ്? ദൂരം. തന്നിരിക്കുന്ന കാന്തത്തിന് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഉത്തര ധ്രുവം ദക്ഷിണ ധ്രുവത്തേക്കാൾ ശക്തമാണ്. 2 ധ്രുവങ്ങൾക്കും തുല്യ ശക്തിയാണ്. ദക്ഷിണ ധ്രുവം ഉത്തര ധ്രുവത്തേക്കാൾ ശക്തമാണ്. കൃത്യമായി പറയാൻ കഴിയില്ല.
ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2 ധ്രുവങ്ങൾക്കും തുല്യ ശക്തിയാണ്. ഒഴുകുന്ന ദ്രാവകത്തിലെ ഘർഷണമാണ് വിസ്കോസിറ്റി. ഒരു കാർ 5 സെക്കൻഡിനുള്ളിൽ അതിന്റെ പ്രവേഗം 18 km/hൽ നിന്ന് 36 km/h ആക്കുന്നു. അങ്ങനെയെങ്കിൽ m/s² അതിന്റെ ത്വരണം എത്ര? ഓപ്ഷൻ സി ആണ് ഉത്തരം 1. വൈദ്യുതി ബില്ലിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് എത്ര കിലോവാട്ട് അവർ ആണ്? ഓപ്ഷൻ ബി ആണ് 1. 2 വസ്തുക്കൾ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം F ആണ്. 2 പിണ്ഡങ്ങളും പകുതിയായി കുറയുമ്പോൾ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്രയായിരിക്കും? ഓപ്ഷൻ ഡി ആണ് ഉത്തരം F/4. പരമാവധി വേഗത്തിൽ ശബ്ദം സഞ്ചരിക്കുന്നത് ഏത് മാധ്യമത്തിലൂടെയാണ്? ഖരമാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ SI യൂണിറ്റ് ഇല്ല. ഒരു ഒറ്റപ്പെട്ട സിസ്റ്റത്തിന്റെ ആകെ ഊർജം സ്ഥിരമായി നിലകൊള്ളും. കാർബൺ 14 ന്യൂക്ലിയസിൽ എത്ര ന്യൂട്രോണുകളും പ്രോട്ടോണുകളും അടങ്ങിയിട്ടുണ്ട്? ഓപ്ഷൻ എ ആണ് ഉത്തരം 8, 6. താഴെ പറയുന്നവയിൽ ഏതാണ് സംക്രമലോഹം അല്ലാത്തത്? ഓപ്ഷൻ സി. അന്തരീക്ഷമർദ്ദം 1 ബാർ ആണെങ്കിൽ ഏത് താപനിലയിലാണ് വെള്ളം തിളയ്ക്കുന്നത്? 99.6 ഡിഗ്രി സെൽഷ്യസ്. മിനറൽ ആസിഡിൽ നിന്ന് ഹൈഡ്രജൻ വാതകത്തെ സ്വതന്ത്രമാക്കാൻ സാധിക്കാത്ത ലോഹം ഏത്? ഓപ്ഷൻ ഡി. ഹോമോലോഗസ് സീരീസിലെ തുടർച്ചയായ അംഗങ്ങൾ ഡാഷ് ഗ്രൂപ്പിനാൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ എ. മാലഗൈറ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ലോഹം ഏത്? മാലഗൈറ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ലോഹം ഓപ്ഷൻ എ ആണ്, Cu. ദഹനത്തെ സഹായിക്കുന്ന ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. വൈദ്യ ചികിത്സയിൽ ഇൻട്രാവീനസ് കുത്തിവയ്പ്പിനായി ഉപയോഗിക്കുന്നത് എത്ര ഗാഢതയുള്ള ഉപ്പുലായനിയാണ്? ഓപ്ഷൻ സി 0.9%. താഴെ പറയുന്നവയിൽ ഏത് ഘടകമാണ് ഒരു രാസപ്രവർത്തനത്തിന്റെ വേഗതയെ ബാധിക്കാത്തത്? ഓപ്ഷൻ ഡി ആണ് അഭികാരകത്തിന്റെ നിറം. ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യ DNA പ്രൊഫൈലിംഗ്. മനുഷ്യന്റെ ആദ്യ പാലിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ഹരിതകണത്തിൽ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്ന ഭാഗം? ഓപ്ഷൻ ബി ഗ്രാനം. ചെറുകുടലിലെ വില്ലസ്ലുകളിൽ കാണപ്പെടുന്ന ലിംഫ് ലോമികളെ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ബി ലാക്റ്റിയലുകൾ. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കലം ടെൻഡൻ. താഴെ തന്നിരിക്കുന്നവയിൽ ആസ്കോമൈസീറ്റുകൾ എന്ന ഫഞ്ചൈ വിഭാഗത്തിൽ ഉൾപ്പെട്ടത്? ഓപ്ഷൻ സി പെനിസിലിയം. ഇവയിൽ ഏതാണ് ഏറ്റവും പുതിയ കോവിഡ് വാക്സിൻ? നോവാവാക്സ്. പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ജൂലൈ 26 പ്രാധാന്യം എന്ത്? കണ്ടൽ ദിനമായി ആചരിക്കുന്നു. കണ്ടൽ ദിനം. മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇനി വരുന്നത്. ഉത്തരങ്ങൾ മാത്രമാണ് പറയുന്നത്. 46ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 47 ഓപ്ഷൻ സി. 48 ഓപ്ഷൻ ഡി. 49 ഓപ്ഷൻ ബി. 50 ഓപ്ഷൻ സി. 51 ഓപ്ഷൻ എ. 52 ഓപ്ഷൻ ബി. 53 ഓപ്ഷൻ എ. 54 ഓപ്ഷൻ സി. 55 ഓപ്ഷൻ ഡി. 56ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് 2.
57 ഓപ്ഷൻ ബി ആണ് 3. 58 ഓപ്ഷൻ ഡി 13. 59 ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 60ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ വികാസത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി, വികാസത്തിന്റെ ഗതിയിൽ വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കുന്നതല്ല. സ്വയം കേന്ദ്രീകൃത അവസ്ഥ എന്നത് പിയാഷെ മുന്നോട്ട് വച്ച ഏത് വൈജ്ഞാനിക വികാസ ഘട്ടത്തിന്റെ പ്രത്യേകതയാണ്? ഓപ്ഷൻ എ ആണ് പ്രാഗ്മനോവ്യാപാര ഘട്ടം. താഴെ പറയുന്നവയിൽ പ്രക്ഷേപണ രീതിക്ക് ഉദാഹരണം അല്ലാത്തത് ഏത്? ഓപ്ഷൻ സി, മിലൻ ക്ലിനിക്കൽ മൾട്ടി ആക്സിയൽ ഇൻവെന്ററി. എറിക്സണിന്റെ മനോസാമൂഹ്യ വികാസ സിദ്ധാന്തം അനുസരിച്ച് 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളിൽ രൂപപ്പെടാൻ സാധ്യതയുള്ള വ്യക്തി ഘടകങ്ങൾ ഏവ? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 3. ഊർജ്ജസ്വലതയും ആത്മവിശ്വാസവും അപകർഷത. താഴെ തന്നിട്ടുള്ളവയിൽ വ്യക്തിത്വത്തെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടുകളും അവ മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞന്മാരും തമ്മിലുള്ള ശരിയായ ബന്ധം സൂചിപ്പിക്കുന്നവ ഏവ? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2, 4. 2, 4. താഴെ തന്നിരിക്കുന്ന സമായോജന തന്ത്രങ്ങളും ഉദാഹരണങ്ങളും ചേരുംപടി ചേർക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. 1 സി, യുക്തീകരണം. പരീക്ഷയിൽ പരാജയപ്പെട്ട കുട്ടി പരാജയത്തിന്റെ കാരണം പ്രയാസമേറിയ ചോദ്യപേപ്പർ എന്ന് ആരോപിക്കുന്നു. 2 എ, താദാത്മീകരണം. പഠനത്തിൽ വേണ്ടത്ര ശോഭിക്കാൻ കഴിയാത്ത വ്യക്തി താൻ പഠിച്ച സ്ഥാപനത്തിന്റെ പേരും പ്രശസ്തിയും പറഞ്ഞ് അതിൽ അഭിമാനം കൊള്ളുന്നു. അനുപൂരണം. പഠനത്തിൽ മികവ് പുലർത്താൻ കഴിയാത്ത കുട്ടി സ്പോർട്സിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നു. പശ്ചാത്ഗമനം. സഹോദരനോ സഹോദരിയോ ജനിക്കുമ്പോൾ മൂത്ത കുട്ടി കൂടുതൽ ശ്രദ്ധ ലഭിക്കാൻ വേണ്ടി കൊച്ചു കുഞ്ഞിനെ പോലെ പെരുമാറുന്നു. അടുത്ത ചോദ്യം, ഒരു കുട്ടിയെ അധ്യാപകൻ നിരന്തരം ശകാരിക്കുമ്പോൾ കുട്ടിക്ക് അധ്യാപകനോടുണ്ടാകുന്ന ഭയം അധ്യാപകൻ പഠിപ്പിക്കുന്ന വിഷയത്തിലേക്ക് വ്യാപിക്കുന്നു. തുടർന്ന് കുട്ടി സ്കൂളിനെയും ക്ലാസ് മുറിയെയും മറ്റ് അധ്യാപകരെയും ഭയക്കാൻ തുടങ്ങുന്നു. അനുബന്ധന സിദ്ധാന്തം അനുസരിച്ച് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ത്? ഓപ്ഷൻ ഡി, ചോദക സാമാന്യവത്കരണം. അടുത്തത് ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. പ്രശ്ന പേടകത്തിലെ പൂച്ച. ശ്രമപരാജയ പഠന രീതി. ബോബോ പാവ പരീക്ഷണം. നിരീക്ഷണ പഠന സിദ്ധാന്തം. സുൽത്താൻ എന്ന പേരുള്ള ചിമ്പാൻസി. ഗസ്റ്റാൾട്ട് സിദ്ധാന്തം. ഹെയ്ൻസ് ഡിലൈമ. സന്മാർഗിക വികാസം. പഠനവും അത് സാധ്യമാക്കുന്ന സാമൂഹ്യ സാഹചര്യം തമ്മിൽ വേർതിരിക്കാനാവില്ല എന്ന ആശയം അടിത്തറയാക്കി ജീൻ ലേവ്, എറ്റിൻ വെങ്കർ തുടങ്ങിയവർ 1990കളുടെ തുടക്കത്തിൽ ആവിഷ്കരിച്ച പഠന സങ്കല്പമേത്? ഓപ്ഷൻ ബി ആണ് സിറ്റുവേറ്റഡ് ലേണിംഗ്. കുട്ടികൾക്ക് വായനാശീലം നൽകുന്നതിന് വേണ്ടി വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ രൂപീകരിച്ച രീതി ഏത്? ഓപ്ഷൻ ബി, പ്രതിക്രിയാധ്യാപനം. ജീവിതത്തിൽ സന്ദർഭോചിതമായ തീരുമാനമെടുക്കാൻ മറ്റെന്തിനേക്കാളും പ്രധാനപ്പെട്ടതാണ് വ്യക്തിപര ബുദ്ധി എന്ന് ഗാർട്ട്നർ സൂചിപ്പിക്കുന്നുണ്ട്. താഴെ പറയുന്നവയിൽ വ്യക്തിപര ബുദ്ധിയെ കണക്കാക്കുന്നവ ഏവ? ഓപ്ഷൻ സി ആണ് 2, 3. വ്യക്ത്യന്താന്തര ബുദ്ധി, ആന്തരിക വൈയക്തിക ബുദ്ധി. താഴെ പറയുന്നവയിൽ പര്യാവരണത്തിന്റെ സ്വാധീനം നിർണായകമല്ലാത്ത ഘടകം ഏത്? ശരീരത്തിന്റെ ഉയരം. പ്രശ്നങ്ങളെ നിലവിലുള്ള സ്കീമകൾ ഉപയോഗിച്ച് പരിഹരിക്കുന്നത് ഡാഷ് എന്നറിയപ്പെടുന്നു. സാംശീകരണം. സമീപസ്ഥമായവയെ ഒരു കൂട്ടമായി കാണാനുള്ള പ്രവണത പഠനത്തിലെ സമഗ്രത നിയമങ്ങളിൽ ഏതിൽപ്പെടുന്നു? സാമീപ്യ നിയമം. ചേരുംപടി ചേർക്കാനാണ് അടുത്ത ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്.
ZPD, Vygotsky, Bridges chart, Catherine Bridges. ക്രിയാ ഗവേഷണം സ്റ്റീഫൻ എം കോറി. അഡോളസെന്റ് അഗ്രഷൻ ആൽബർട്ട് ബന്ദുരെ. പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾക്ക് അനുയോജ്യമായതും പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് ICT പഠനം സാധ്യമാക്കുന്നതോടൊപ്പം അവരുടെ ഒട്ടനവധി ശാരീരിക പരിമിതികൾ മറികടക്കാൻ ഉതകുന്ന പ്രവർത്തനങ്ങളും കളികളും അടങ്ങിയതുമായ വിദ്യാഭ്യാസ സോഫ്റ്റ്വെയർ ഏത്? Chromebase. ഒരു വ്യക്തിക്ക് താൻ എങ്ങനെ അറിവ് നേടുന്നു എന്നതിനെക്കുറിച്ചും ആ പ്രക്രിയ എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെക്കുറിച്ചും ഉള്ള ധാരണയായതിനാൽ അതീത ചിന്ത എന്നത് ഒരു ഉയർന്ന ചിന്താശേഷിയാണ്. താഴെ പറയുന്നവയിൽ നിന്ന് അതീത ചിന്തയുടെ ശരിയായ പ്രക്രിയാതലങ്ങൾ കണ്ടെത്തുക. ഓപ്ഷൻ എ ധാരണ, ആസൂത്രണം, വിലയിരുത്തൽ. ഭിന്നശേഷിക്കാരായവരുടെ അവകാശ സംരക്ഷണത്തിനായി 2016 നിലവിൽ വന്ന ആക്ട് ഏത്? ഓപ്ഷൻ സി RPWD ആക്ട്. കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് 2007 അടിത്തറയായി സ്വീകരിച്ചിട്ടുള്ള പ്രായോഗിക രീതി ശാസ്ത്രങ്ങളിൽ പെടാത്തത് ഏത്? പാഠപുസ്തക കേന്ദ്രീകൃത പഠനം. സ്വതന്ത്ര ഇന്ത്യയിൽ ശിശു വിദ്യാഭ്യാസം മുതൽ ബിരുദാനന്തര ഗവേഷണം വരെയുള്ള വിദ്യാഭ്യാസത്തെ സമഗ്രമായി സമീപിച്ച് പ്രശ്ന പരിഹാര നിർദ്ദേശങ്ങൾ സമർപ്പിച്ച വിദ്യാഭ്യാസ കമ്മീഷൻ ഏതായിരുന്നു? ഓപ്ഷൻ ബി ആണ് കോത്താരി കമ്മീഷൻ. ഇനി വരുന്നത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. 81 to 83. When I became the owner of a tiny little piece of this wide earth, I felt very happy. It was a 2-acre plot with coconut palms and an old house where we could live. Those were the days when the price of coconut was going up and I was in high spirit at the thought of the palms laden with coconuts. The price of dash was going up. Coconuts. How did the author feel? Elated. Suggest one word for the phrase in high spirits. Joyful. Choose the correct preposition to fill the blanks. 84 to 86. Naina was amazed dash her own strength. At. Rajat ran dash into the garden. Out. An airy sound floated dash in the air. Complete the following sentences choosing the correct tense form of the verb. 87 to 88. If you are a painter, you may come in. Whenever he found himself alone, he drew cats. Find out the meaning of the underlined words given below. I didn't want to eavesdrop. Option B, to listen secretly. I could see that he was fidgeting. Option D, behaving nervously and restlessly. ഇനി വരുന്നത് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ഏത്? കോഴിക്കോട്. മലനാട്ടു തമിഴിൽ സംസ്കൃതം ചെലുത്തിയ സ്വാധീനമാണ് ഇന്നത്തെ മലയാള ഭാഷയുടെ ഉൽപ്പത്തിക്ക് കാരണമെന്ന് ആദ്യമായി അവതരിപ്പിച്ച് സമർത്ഥിച്ച ഭാഷാ പണ്ഡിതൻ ആര്? ഓപ്ഷൻ സി ഇളംകുളം കുഞ്ഞൻപിള്ള. വിദ്യാഭ്യാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏത്? അദ്വൈതാവ്. കാഞ്ചനക്കൂടിൻ്റെ അഴികൾ കുത്തിമുറിച്ച പഞ്ചവർണ്ണക്കിളി എന്ന് ഡോക്ടർ M. ലീലാവതി വിശേഷിപ്പിച്ച കവി ആര്? വള്ളത്തോൾ. കഞ്ചനേർമിഴി ബഹുവ്രീഹിയുടെ ഏത് വകഭേദത്തിൽപ്പെടുന്നു? ഉപമാഗർഭം. ഒരധ്യാപകൻ 5-10 കുട്ടികൾ മാത്രമുള്ള ഒരു സംഘത്തെ 5-10 മിനിറ്റ് മാത്രം നീണ്ട കാലയളവിൽ ചെറിയ ഒരു പാഠഭാഗം പഠിപ്പിക്കുന്ന രീതിയിലുള്ള ബോധന മാതൃകയാണ് സൂക്ഷ്മ നിലവാര ബോധനം. 2024 ഏപ്രിൽ മാസത്തിൽ പ്രസിദ്ധീകരണത്തിന്റെ 50-ാം വർഷത്തിലെത്തിയ മലയാള നോവൽ ഏത്?
മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളിൽ ശരിയായവ ഏതെല്ലാം? ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം ശരിയാണ്. 2ഉം 3ഉം. വാസനാ വികൃതി എന്ന ചെറുകഥ ആദ്യമായി പ്രസിദ്ധപ്പെടുത്തിയത് ഏത് മാസികയിലാണ്? വിദ്യാവിനോദിനി. അവസാനത്തെ ചോദ്യം, പെൺമണി വന്ദനം കണ്ടാൽ വെൺമതി രണ്ടെന്നു മേവിടുന്ന മനം, ഉണ്മ നനച്ചതിലെല്ലാം വെണ്മ തിരണ്ടെന്നു മേവിടും നമനം. അലങ്കാരം ഏത്? ഓപ്ഷൻ സി യമകം. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.